ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു മട്ടർ മലായി കുറുമ ഉണ്ടാക്കി നോക്കാം. നല്ല രുചിയാണ് അപ്പത്തിന്, ചോറിന്. അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾ കുറുമ പോലെ തന്നെ എന്തിനൊക്കെ ഉപയോഗിക്കും അതിലൊക്കെ ഉപയോഗിക്കാം. നല്ല രുചിയാണ്, നല്ല മണമാണ്. അപ്പോൾ ഉണ്ടാക്കാം. ആവശ്യമായ വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. കിഴങ്ങുണ്ട്, കോളിഫ്ലവറുണ്ട്, ക്യാരറ്റ്, തക്കാളി, സവാള. ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിൽ വഴറ്റി എടുക്കണം. എണ്ണയിൽ വഴറ്റുമ്പോൾ തന്നെ ഇത് പകുതി വേവായി കിട്ടും. ഈ പൊട്ടറ്റോൻ്റെയൊക്കെ നിറം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് 3/4 ടീസ്പൂണോളം ഇഞ്ചി, 3/4 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ഇതും കൂടി മിക്സ് ചെയ്തു. ഇനി എരിവിനാവശ്യമായ പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ എണ്ണയിൽ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഒരു ഗരം മസാല, മഞ്ഞൾ, മുളക്, കുരുമുളക് എന്നിവ ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കുക. വേവിക്കുന്നതിന് മുമ്പ് ഇതിലേക്കൊരു 5 6 പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. ഇതിനൊപ്പം വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടർ, അതായത് ഗ്രീൻ പീസ് ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ച് വേവിക്കുവാണ്. നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നു. തേങ്ങയില്ലാത്തത് കൊണ്ട് ഇതിന് വേറൊരു ടേസ്റ്റാണ്. സാധാരണ കുറുമ വെക്കുമ്പോൾ നമ്മൾ തേങ്ങയാണ് ചേർക്കുന്നത്, പക്ഷേ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല, ഫ്രഷ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കുകയൊന്നും വേണ്ട. അപ്പോൾ തന്നെ നല്ല കുഴമ്പ് രൂപത്തിൽ ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില, ധാരാളം മല്ലിയില ചേർക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ, പൊടിയല്ല ക്രഷ് ചെയ്ത കുരുമുളകായിരിക്കും കൂടുതൽ നല്ല. ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ കുരുമുളക് ആഡ് ചെയ്യുക. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഫ്രഷ് ക്രീം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മട്ടർ മലായി അല്ലെ വെജിറ്റബിൾ മലായി റെഡിയായി. ഇതെല്ലാത്തിനും കഴിക്കാം കേട്ടോ.